കാരണം അവർക്ക് വിദ്യാഭ്യാസം പോലും കൊടുക്കണമെന്ന് ഈ പറയുന്ന സംഘപരിവാർ പറയുന്നില്ല പലയിടത്തും. യാഥാർത്ഥ്യമാണ്, വില്ലേജുകളിലെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. അത് ഈ അടുത്തിടയ്ക്കൊക്കെയാണ് പട്ടണങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാകുന്നത്, ദളിറ്റ്സ് വിദ്യാഭ്യാസം ആ പരിപാടികളൊക്കെ പോകുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. ഇന്ത്യയുടെ ദളിറ്റ്സ് താമസിക്കുന്ന വില്ലേജുകളുടെ അടുത്ത് തന്നെയായിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി താമസിക്കുന്നത്. കാരണം അവർ തമ്മിൽ യോജിച്ച് വന്ന കാരണം ഭക്ഷണം ഒരു രണ്ടുപേരുടെ ഒരേപോലെയാണ്. ഇന്ത്യയിലെ ദളിറ്റ്സ് ബീഫ് കഴിക്കും. അവർക്ക് ഈ പറയുന്ന മട്ടനും ചിക്കനും ഒന്നും അഫോർഡബിൾ അല്ല. കാരണം ബീഫ് അവൈലബിൾ ആണ്. അവർ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി, ദളിറ്റ്സ് കമ്മ്യൂണിറ്റി ഇത് കഴിക്കുന്നവർ. അതുകൊണ്ടാണ് ഇവർ ഒരുമിച്ച് താമസിക്കുന്നത്. കാരണം രണ്ടുപേരും തള്ളിയിട്ടേക്കോ. അപ്പം അതിനകത്ത് നമ്മൾ മനസ്സിലാക്കണ്ടേ, ഈ ദളിറ്റ്സ് കമ്മ്യൂണിറ്റിക്ക് അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത് ഏറ്റവും പരമപ്രധാനം വിദ്യാഭ്യാസമാണ്, എഡ്യൂക്കേഷനാണ്. അതായത് വിദ്യാഭ്യാസം, അറിവെന്ന് പറയുന്ന മനുഷ്യന് കംപ്ലീറ്റ് ഫ്രീഡവും പവറും കൊടുക്കുകയാണ്. അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമ്പത്തല്ല കൊടുക്കുന്നത്. അവന് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പവർ ഓഫ് നോളജാണ്. ആ പവർ ഓഫ് നോളജ് അവന് കിട്ടിക്കഴിയുമ്പോൾ അവന് മനസ്സിലാവും. അതായത് ഡിജിറ്റൽ ലോകത്ത് നിന്ന് ആലോചിച്ച് നോക്കുക, പിന്നെ അവന് മനസ്സിലായി ഇതൊന്നും അല്ല, ഈ ലോകം അവൻ്റേതാണ്, അവൻ സെക്കൻഡ് സിറ്റിസൺ അല്ല. സ്ത്രീകൾക്കും എന്താണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള പ്രശ്നം? ഒന്നാമത് ആ കമ്മ്യൂണിറ്റിക്കകത്ത് വിദ്യാഭ്യാസം കൊടുക്കാൻ അവരാൾക്കാരെ സമ്മതിക്കത്തില്ല.